ആഴിൻ ആഴങ്ങളിൽ ആഴമേറിയ കടലിൻ്റെ ആഴങ്ങൾ തൊട്ടറിയുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്രയാണ് ആഴിൻ ആഴങ്ങളിൽ. ഇത് ലോറൻസ് ചിറയൻകീഴ് താലൂക്കിലെ പൂത്തുറ സ്വദേശിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സാഹചര്യങ്ങൾ മൂലം മത്സ്യത്തൊഴിലാളിയാകേണ്ടി വന്ന ലോറൻസ് നിരവധി അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. പൊതുപ്രവർത്തന മേഖലകളിലും വ്യാപൃതനായ ലോറൻസ് നല്ലൊരു ദൈവവിശ്വാസിയാണ്. കരയിലും കടലിലുമായി ലോറൻസ് അറിഞ്ഞ നിരവധി ആത്മീയ മുഹൂർത്തങ്ങളുണ്ട്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ലോറൻസ്. എന്നെ കേൾക്കുന്നവരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലോറൻസ് എന്നാണ്. പൂത്തുറ പ്രദേശത്താണ് താമസം. കടലും കായലും 20 മീറ്റർ 30 മീറ്ററിൻ്റെ അകത്താണ് എൻ്റെ വീട്. ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒരു 10-12 വയസ്സിൽ തന്നെ കടലിലോട്ട് നീങ്ങി ജോലി ചെയ്ത്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കുക. അങ്ങനെ അവരുടെ കൂടെ മാതാപിതാക്കളുടെ കൂടെ ഇറങ്ങി ജോലി ചെയ്ത് മുന്നോട്ട് പോയി. ഒരു 26ാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം ചെയ്യുന്നത്. വിവാഹത്തിന് ശേഷം സമ്പൂർണ്ണ ജീവിതമായിരുന്നു. മദ്യമോ മയക്കുമരുന്നോ പുകവലിയോ അങ്ങനെയുള്ള ഒരൊറ്റ ദുർശീലങ്ങളൊന്നുമില്ല എനിക്ക്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, തുഴയുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് കടലിലോട്ട് മീൻ പിടിക്കാൻ പോകും. 2-3 പേരായിട്ട് പോകും. അന്ന് വളരെ മീനിനൊന്നും തുച്ഛമായ വിലകളാണ് കിട്ടുന്നത്. പിന്നെ ഒത്തിരി അവകാശങ്ങൾ നമ്മളുടേതായ നമുക്ക് കുറവുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാനൊരു 14 വയസ്സിൽ ഒരാൾ എന്നെ കട്ടമരത്തിൽ തൊഴുന്നുകൊണ്ട് മരത്തിക്കൊണ്ടുപോയി. ആദ്യമായിട്ട് ഛർദ്ദിച്ച് കുഴഞ്ഞ് കിടന്നു. പിന്നെ 2ാമത്തെ ദിവസം മുതൽ ആരോഗ്യമായി ചുറുചുറുപ്പായി ജോലി ചെയ്ത് മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ വീടും കുടുംബവും ഒക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞുകൂടി അമ്മയും സഹോദരങ്ങളും മാതാപിതാക്കളും എല്ലാവരും ഉണ്ട്. അവരുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടി 26ാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം ചെയ്യുന്നത്. ഈ സമുദ്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ആഴിയാണ്. ആഴി അടിച്ചു പൊങ്ങി മനുഷ്യൻ്റെ ശരീരത്തിൽ വീഴുകയാണെന്ന് വെച്ചാൽ ബാക്കില്ല, വീഴുകയാണെന്ന് വെച്ചാൽ മരണപ്പെട്ടു പോവും ആ ചുഴിയിൽ. അപ്പോൾ വളരെയേറെ കൈകൂട്ടി വിശ്വസിച്ചു കൊണ്ടാണ് ദൈവമേ രക്ഷിക്കണേ കാക്കണേ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അന്ന് കട്ടമരത്തിൽ തൊഴുകയാണ്. അപ്പുറം ഇപ്പുറമായിട്ട് 2 പേര് തൊഴുന്നാണ് അപ്പുറത്ത് പോകുന്നത്. അപ്പുറത്ത് ഏറുമ്പോഴും വല ഇറക്കാൻ നേരത്തും കൈകൂട്ടി വിളിക്കും, ദൈവത്തെ വിളിക്കും. തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെ കുരിശ് വരയ്ക്കും. പിന്നെ കൈകൂട്ടി ദൈവത്തെ വിളിച്ചുകൊണ്ട് തൊഴവയിൽ മുത്തിക്കണ്ട് കരയിട്ട് തുഴയ്ക്കും. കാരണം അങ്ങനെ ഒരു സാഹചര്യമാണ്. കടൽ അല്ലേ, തിരയടിയല്ലേ. ഇതിൻ്റെ അകപ്പെട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. പിന്നെ 2ഉം കൽപ്പിച്ചാണ് നമ്മൾ റംസീസ് സമയത്തൊക്കെ കടലിലോട്ട് പോകുന്നത്. 2ഉം കൽപ്പിച്ചാൽ തിരിച്ചു വരുമെന്നുള്ള മോഹമല്ല. എന്നാലും കുടുംബത്തെ പറ്റി ജീവിക്കണം, കുടുംബം ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ റംസീസിലൊക്കെ കടലിൽ പോകുന്നത്. അന്ന് ആരും 1 രൂപ തരാനില്ല, ഗവൺമെൻറ്റിൽ നിന്നൊരു ആനുകൂല്യമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം മുക്കുവരെന്നാണ് ആ കാലഘട്ടത്തിൽ. പിന്നെ ഒരു മനുഷ്യൻ ഇവിടെ വന്നു ചേർന്ന്, നീതിമാനായ ഒരു ഡെറൻബറിച്ച് ഫാദർ എന്ന് പറയുന്ന തോമസ് കൊച്ചേരി ഇവിടെ വന്നു ചേർന്ന്. ഞാനൊരു ഇടതുപക്ഷ ആശയക്കാരനാണ്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം നമ്മളെയൊക്കെ ആദ്യമായിട്ട് കണ്ട് നമ്മുടെ ഇടവകയിൽ 7 വർഷം ഇങ്ങനെ ഭരിക്കുകയായിരുന്നു. അവർ വന്നത് വളരെയേറെ വിചിത്രമായിട്ടാണ്. എല്ലാവരും ആഡംബരത്തോടെ വരും. അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം ഒരു യുവായി വിട്ട് സാധാരണ ഒരു മുണ്ടുമെടുത്ത് സാധാരണ അദ്ദേഹത്തിൻ്റെ അവിടെ 2 പേര് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നു ചേർന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് വല നെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടൽ തീരത്തൂടെ നടന്നു വരികയായിരുന്നു. അങ്ങനെ
പിന്നെ മരത്തിൻ്റെ ചാളത്തടിക്ക പുറത്തിരുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒറ്റയ്ക്കാണ് പോകുന്നത്? ഓ ഒറ്റയ്ക്കാണ് പോകുന്നത്. എന്ത് കിട്ടി? കുറച്ച് മീനും കിട്ടി, 500 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. കൊള്ളാം, ഞാൻ ഒറ്റയ്ക്കാണ് പോണത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ കുടുംബജീവിതമൊക്കെ ചോദിക്കും. പിന്നെ ജീവിതശൈലിയെക്കുറിച്ചൊക്കെ മദ്യപിക്കുമോ പിടിക്കുമോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഞാൻ വിവാഹത്തിൻ്റെ ശേഷം അതിന് മുമ്പ് ഈ മദ്യപാനം ഞാൻ വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആരോഗ്യം നശിപ്പിക്കും എന്നുള്ളൊരു ചിന്ത എനിക്ക് പണ്ടേ ഉണ്ട്. പുകവലിയായിരുന്നാലും മുറുക്കാനായിരുന്നാലും ശരി, ഇത് ശരീരത്തിന് ദോഷം നമുക്ക് ചെയ്യുമെന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം വെറുക്കാം. അതല്ലെങ്കിലും നമുക്കൊരു 100 രൂപ 200 രൂപ നമ്മൾ അധ്വാനിച്ചു കൊണ്ട് വരുന്ന പൈസ നഷ്ടപ്പെടുത്തരുത്. അത് കുടുംബത്തിന് നാളെയും സൂക്ഷിക്കണമെന്നുള്ള നിലയിൽ ഞാൻ ഈ മദ്യപാനം അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആരോഗ്യത്തിനും ഹാനികരമാണ്, കുടുംബത്തിനും നാശമാണെന്നുള്ള ചിന്തയിൽ ഞാൻ ഇതെല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് പേര് മദ്യപിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. അതല്ല, ഞാൻ അതിനു വേണ്ടിയൊന്നും പോയിട്ടില്ല. കുടുംബമായിട്ട് വിവാഹം ചെയ്ത് കുടുംബവുമായിട്ട് സ്നേഹത്തോടെ ജീവിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തോമസ് കൊച്ചേരി എന്ന് പറഞ്ഞ വ്യക്തി വന്നത്. അപ്പോൾ ഈ പുറത്തൊക്കെ ഒരുപാട് സമരവും കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് ആര് സമരത്തിന് വേണ്ടി പോകാൻ, കടലിനോട് കൂടി സമരം ചെയ്യാനാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് പലപ്പോഴും ഉണ്ടായി. അതല്ല, അദ്ദേഹം വന്നതിൻ്റെ ശേഷം നമ്മളെ വിളിച്ചിരുത്തി ഉപദേശിച്ച്, കൂട്ടമായിട്ട് ഉപദേശിച്ച്, നിങ്ങളുടെ അവകാശങ്ങൾ ഒരുപാടുണ്ട്, ആ അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് തൻ്റെ ഇടത്തോടു കൂടി ഒരുമയോടുകൂടി നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ കുറച്ച് ജനം, മിക്കവാറും ഈ പൂത്തറയുടെ ജനം ആദ്യം കൂടി, പിന്നീട് അവസാനം പല ഇങ്ങനെ തീരത്തിൻ്റെ പല കോണുകളിലായി പിന്നെ കേരളത്തിൻ്റെ മൊത്തവും ഭാഗത്തായി, ഇന്ത്യയുടെ മൊത്തവും ഭാഗത്തായി, വേൾഡിലുമായി അദ്ദേഹം. ആദ്യം ഉണ്ടായ അപകടം, ഞാൻ മുതലപ്പുഴയുടെ അകത്ത് ഇന്ന് കാണുന്ന ആർബറില്ലേ, അതിനകത്ത് ഞാൻ ചാളത്തടിയിൽ അന്നപ്പം ഈ കടൽക്ഷോഭമായിരിക്കും, ആരും കടലിലോട്ട് പോകില്ല. നമ്മൾ ചെറുപ്പമാണ്, ചെറുപ്പത്തിൻ്റെ തൻ്റെ ഇടം വെച്ച് എന്നെപ്പോലെയുള്ളൊരു ശക്തിയുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഞാൻ പല ദിവസങ്ങളുമൊക്കെ മുതലപ്പുഴയിൽ മരം തൊഴുന്ന് പോയാണ് മീൻ പിടിച്ച് തിരിച്ചു വരുന്നത്. അപ്പോൾ തോര മരങ്ങളൊന്നും കട്ടമരങ്ങളൊന്നും കാണില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ തൊഴുന്ന് പോകുമ്പോൾ ഭയങ്കരമായ തിരമാല അടിച്ച് ചുഴിയിൽ വീണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ ചാളത്തേടിയൊക്കെ വിട്ടുപോയി. അവിടെ കിടന്ന് ശ്വാസം മുട്ടി ഇങ്ങനെ ഒരു വല്ലാത്തൊരു സെൻറ്റൻസിലായി, ദൈവമേ മാതാവേ എന്നൊക്കെ വിളിച്ച് തിയങ്ങിയാർക്ക് എന്തോ എന്നെ പൊക്കി ഇട്ട്. അപ്പം ആ സാഹചര്യങ്ങളൊക്കെ ഒന്നല്ല രണ്ടല്ല, അതേപോലെ ഈ കടലിൽ പോകുന്ന സമയത്തൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. നമ്മൾ വീണ്ടും പോകും. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ബോട്ടില്ലേ, താങ്ങോല ബോട്ട്, അതിൽ പോയിക്കൊണ്ടിരുന്നവർക്ക് ഞങ്ങൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടി എന്ന് പറയുന്നത് വള്ളത്തിൽ 2 വള്ളത്തിലും കയറ്റി തിരമാലകൾ ആഞ്ഞടിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ പടിഞ്ഞാറ് ഇരുൾക്കെട്ടും അതിനോടുകൂടിയുള്ള അന്തരീക്ഷത്തിൻ്റെ ഒരു പശുവായ ഒരു മാർഗം ഞാൻ കണ്ടു. 30 പേരുണ്ടായിരുന്ന അതിൽ മുതിർന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പടിഞ്ഞാറ് നോക്കിയാർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന 10-25 വയസ്സായ എൻ്റെ ചെറു ശേഷകാരൻ ചോദിച്ചു, അപ്പാപ്പായി എങ്ങനെയാണ് അന്തരീക്ഷം? ഞാൻ പറഞ്ഞു, അന്തരീക്ഷം നമുക്ക് മോശമാണ്, നമ്മൾ 2 വള്ളത്തിലും മീനെടുത്ത്, ഇനിയിപ്പോൾ മീൻ എടുത്തേണ്ടിരുന്നാൽ കാറ്റ് പിടിക്കും, നമുക്ക് ഹാർബറിൽ പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉള്ള മീനെ കടലിലോട്ട് മറിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ കുറുക്കെ അങ്ങനെ ഹാർബറിലോട്ട് വരുമ്പോൾ ഒരു 10-20 പേരായിട്ട് ഒരു വള്ളം ഇങ്ങനെ കയറി വരികയായിരുന്നു. ഞങ്ങൾ മുമ്പേ ചാടി, അതിന് മുമ്പേ കാറ്റ് തുടങ്ങി, മുമ്പേ ചാടി ഹാർബറിനകത്ത് കയറി ഈ പാവപ്പെട്ട മനുഷ്യരുടെ വള്ളം എടുത്തടിച്ചു. ഞങ്ങൾ അപ്പുറത്ത് കിടക്കുന്ന ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കല്ലിലോട്ട് കയറി 4 പേരും ആ കല്ലിൻ്റെ ഇടയിലായിപ്പോയി മരണപ്പെട്ടു. അത് എനിക്ക് ഒത്തിരിയും മനസ്സിന് വേദനയും ദുഃഖവും ഉണ്ടായിരുന്നു. കാരണം 17ഉം 19ഉം വയസ്സായ 2 അനിയനും ജ്യേഷ്ഠനുമായിരുന്നു പള്ളിക്കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഒരു അമ്മാവൻ, വേറൊരു സ്വന്തം ഒരു കുടുംബത്തിലുള്ള 4 പേരും മരണപ്പെട്ടു, പാപങ്ങൾ. അപ്പോൾ
ഞാനൊരു 10-15 മിനിറ്റിന് മുമ്പേ ഹാർബറിനകത്ത് കയറി ഇന്ന് നോയിക്കൊണ്ട് നിൽക്കുകയാണ്, വെള്ളത്തിൽ നോയിക്കൊണ്ട് നിൽക്കുകയാണ് ഈ കടലെടുത്ത് വെച്ചടിച്ച ആൾക്കാർ. അപ്പോൾ 2ൻ്റെ അന്ന് 3ൻ്റെ അന്നൊക്കെ കഴിഞ്ഞ് ബോഡിയൊക്കെ കിട്ടി. എന്നിരുന്നാലും അവർ ഇൻഷുറൻസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഗവൺമെൻറ് പിന്നെ ഒരു പ്രത്യേക ബോഡി കൂടി 4 ലക്ഷം വീതം അവർക്ക് കൊടുത്തു. അത് കൊടുത്താത്ത ആ പാവപ്പെട്ട 2 പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിച്ചോണ്ടിരുന്ന കുടുംബത്തിന് വേണ്ടി വേല ചെയ്ത അവൻ്റെ ഒരു അമ്മാവൻ, അതേപോലെ തന്നെ വേറൊരു സഹോദരൻ, ഇങ്ങനെയൊക്കെ 4 പേര് മരണപ്പെട്ടത്. ഈ എൻ്റെ ഓർമ്മയിൽ ഇപ്പം വർഷം 2 ആയുള്ളൂ. നമുക്ക് അപകടങ്ങൾ വരുന്നത് തൊട്ട് മുന്നേയൊക്കെ നമുക്ക് ഗണിതം തരും. അതോടുകൂടി അപകടത്തിൽ നിന്നും മാറി അങ്ങ് പോകുക. അതേപോലെ തന്നെ നമ്മളെ രക്ഷിക്കും, ദൈവം രക്ഷിക്കും. നമ്മളൊരു വിശ്വാസിയല്ലേ, കൊന്ത കഴുത്തിൽ കിടക്കില്ലേ കർത്താവേ ദൈവമേ മാതാവേ. കർത്താവ് ഇങ്ങനെ പത്രോസ് വലയെറിഞ്ഞ് ശിഷ്യന്മാരുമായിട്ട് എറിഞ്ഞുകൊണ്ട് രാത്രി പകൽ ഒന്നും കിട്ടാതെ കരയ്ക്ക് വല കഴിക്കേണ്ടിരിക്കുമ്പോഴാണ് യേശു വരുന്നത്. യേശു പത്രോസിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇനി മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുവാൻ ഇറങ്ങിനെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോഴേ കർത്താവിനൊരു ശക്തിയുണ്ട്, തീർച്ചയായിട്ടും നമ്മളെ കൂടെയൊക്കെ ഉണ്ടായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഈ യേശു ആദ്യമായിട്ട് സ്നേഹിച്ചത് മത്സ്യത്തൊഴിലാളികളെയാണ്. അത് തള്ളപ്പെട്ട് ജീവിച്ച് തീരപ്രദേശത്ത് കിടന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. ആരുമില്ലാതെ അഭയമില്ലാതെ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കടലിൻ്റെ തെരുവിൽ അന്നത്തെ കാലത്ത് കൊച്ചു വീടുകളൊക്കെ വെച്ച് കൊച്ചു ചൂണ്ടയൊക്കെ ഇട്ട് കിടക്കുന്ന കാലമായിരിക്കും. ആ കാലഘട്ടത്തിലാണ് പത്രോസിനെ വന്ന് കണ്ടിങ്ങനെ തുടങ്ങി. അതേപോലെ തന്നെ ഞങ്ങളും ഈ പ്രദേശത്തും ഒരു മിഷനറിമാരൊക്കെ വിദേശ മിഷനറിമാരൊക്കെ വരുന്നതിന് മുമ്പേ ഈ അലഞ്ഞ് തിരിഞ്ഞ് തീരത്ത് ജീവിക്കുകയായിരുന്നു. എവിടെയാ? കൊച്ചു വീടുകൾ, കൊച്ചു ചൂണ്ടകളൊക്കെ കൊണ്ട് ഇങ്ങനെ ചൂണ്ടയിട്ട് ഒക്കെ വല്ല മീനുമൊക്കെ കിട്ടി ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ശബരിയാരൊക്കെ വന്ന് ഇങ്ങനെ പിന്നെ ക്രിസ്തുമതം സ്വീകരിക്കുകയും ആശയങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഒരു 500-550 വർഷത്തിന് ശേഷമാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഇന്ന് ഓർക്കുന്ന തീരപ്രദേശത്തെ ക്രിസ്ത്യാനികളുണ്ടായത്. മിഷനറിമാർ വന്ന് പള്ളികൾ വെച്ച് പള്ളിക്കൂടം വെച്ച് അതിൻ്റെ അകത്ത് ഒത്തിരി വിദ്യാഭ്യാസം. ഇന്നിപ്പോൾ നമ്മളെല്ലാം പല സാഹചര്യത്തിൽ സംസാരിക്കുന്നവരാണ്, പല രാഷ്ട്രീയക്കാരാണ്. എന്നിരുന്നാലും ഞാനൊരു ഇടതുപക്ഷ ചിന്താധികാരൻ. എന്നിരുന്നാലും വിദ്യാഭ്യാസം ഉടലെടുത്തത് വിദേശ മിഷനറിമാരാണ്. കേരളത്തിനകത്ത് പ്രത്യേകമായിട്ട് വിദേശ മിഷനറിമാർ വന്നു ചേർന്നാണ് വിദ്യാഭ്യാസം ഉടലെടുത്ത. അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും എനിക്ക് തോന്നുന്നു ഈ മധ്യ കേരളത്തിനകത്തൊക്കെ കൊടുങ്ങല്ലൂരിൽ അന്നത്തെ കാലത്ത് കപ്പലിറങ്ങി സെൻറ്റ് തോമസ്, യേശുവിൻ്റെ ശേഷം സെൻറ്റ് തോമസ് ഇങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന ഈ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചി ഭാഗത്ത് കൊടുങ്ങല്ലൂരൊക്കെ അവിടെയൊക്കെ വന്ന് ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും പള്ളികളുണ്ടാക്കുകയും അതേപോലെ തന്നെ പള്ളിക്കുടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അവർ. വിശ്വാസത്തിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് പിന്നെ നമ്മളെയൊക്കെ പിന്നെ ക്രിസ്തുമതം സ്വീകരിച്ച് കൊച്ചിലെ തന്നെ ജ്ഞാനസ്നാനം തന്ന് വിദ്യാഭ്യാസത്തിന് വേദോപദേശവും പള്ളിയിൽ പോയി വേദോപദേശവും അടിസ്ഥാന വേദോപദേശവും തന്ന് വളർന്ന ആർക്കും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ക്രിസ്തുവിൻ്റെ മക്കളായി മാറി. ഈ കടലിൽ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ കടൽ വെള്ളം തൊട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഭയങ്കരമായ ഉള്ളു നിറഞ്ഞുള്ളൊരു പ്രാർത്ഥനയാണ്, ഉള്ളു വെടിഞ്ഞുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം ഞങ്ങൾ കടലിൻ്റെ അക്കരെ വീഴണം, മീൻ പിടിക്കണം, ആപത്തൊന്നും വരരുതേ ദൈവമേ, ഇല്ലെങ്കിൽ അവിടെ മാതാവേ പുണ്യാള യേശുവേ എന്നൊക്കെ ഒരു 9 പ്രാവശ്യം പ്രാർത്ഥിച്ച് ഒക്കെ തുടങ്ങിയതിൻ്റെ ശേഷമാണ് വള്ളത്തിലേക്കും മരത്തിലേക്കും കാലെടുത്ത് വയ്ക്കുന്ന അങ്ങനെ ഒരു പൂർണ്ണ ഒരു വിശ്വാസമുണ്ട്. ശങ്കുതമായിട്ടുള്ളൊരു നല്ലൊരു വിശ്വാസമാണ് നമുക്ക് ഉള്ളത്, മത്സ്യത്തൊഴിലാളിക്ക് പൊതുവേ ഉള്ളത്. അത് എന്നെക്കുറിച്ചും അങ്ങനെയാണ് വിശ്വാസം. പല കാലഘട്ടത്തിലും അപകടങ്ങളിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്, കടലിൻ്റെ ചുഴിയിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്.
കർത്താവുണ്ട്, മാതാവുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, സൃഷ്ടാവുണ്ട്. എപ്പോഴും ചിന്തയും ഉദ്ദേശവും അത് തന്നെയാണ്. ആഴങ്ങളിൽ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ യേശു ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടതാണ് യേശു. അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു പ്രാപ്തരാക്കിയാണ് അവരെ. നിങ്ങളെല്ലാം അടിമകളല്ല, ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ്, അടിമകളാകരുത് ആരും. അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ അവരെയൊക്കെ റോമാ സാമ്രാജ്യമോ അന്നത്തെ സീസറിൻ്റെ ഭരണകാലത്തോ അതിന് മുമ്പേയൊക്കെ അവരെയൊക്കെ പാവപ്പെട്ട മനുഷ്യരെ അടിമയാക്കുകയും അടിമ ജീവിതത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ഇറങ്ങി തിരിച്ചത്. യഥാർത്ഥത്തിൽ രക്തം ചിന്തിയത് യേശുവിന് അന്നത്തെ കാലത്ത് ഈ പാപികൾക്ക് വേണ്ടിയും കുറ്റം ചെയ്തവർക്ക് വേണ്ടിയാണ് കുരിശ് പണിതത് അന്ന് റോമാ സാമ്രാജ്യം. യഥാർത്ഥത്തിൽ യേശുവിനെ അന്ന് ഈ കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലയിലേക്ക് നടത്തി അവർ കുരിശിൽ തറച്ച് കൊല്ലുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കള്ളന്മാർക്കും കൊലപാതകർക്കും അന്നത്തെ റോമാ സാമ്രാജ്യം പണിതുണ്ടാക്കിയതാണ് കുരിശ്. ആ കുരിശ് യേശു ചുമന്നു കൊണ്ടുപോയി ചാട്ടവാർ അടികളേറ്റുകൊണ്ട് നട്ടു ഉച്ചക്ക് സമയത്തും ചുമന്നു കൊണ്ടുപോയി കാൽവരി മലയിലേക്ക് ഇറക്കി വെച്ച് അവിടെ വെച്ച് ആണികളാൽ തറയ്ക്കപ്പെട്ട് യേശു കൊല്ലുന്ന. യേശുവിൻ്റെ അപ്പുറം ഇപ്പുറം 2 കള്ളന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇടതുവശത്ത് കിടന്ന കള്ളൻ പറഞ്ഞ എന്തുവാണെന്നറിയാം, നിങ്ങൾ ശക്തിയുള്ളവനാണല്ലേ, നമ്മളെ ഇപ്പോഴും ആ ശക്തി കൊണ്ട് നിങ്ങൾ ഇപ്പോഴും നമ്മളെ 3 പേരെയും കുരിശിൽ നിന്ന് ഇറക്കിക്കൂടെ? അപ്പോൾ വലതുവശത്ത് കിടന്ന കള്ളൻ പറഞ്ഞടാ, നമ്മൾ ഇതിന് അർഹതയുള്ളതാണ്. ഈ നടുക്ക് നിൽക്കുന്ന കിടക്കുന്ന കുരിശിൽ തറച്ച് കിടക്കുന്ന ആ ദൈവപുത്രൻ കുറ്റക്കാരനല്ല. അപ്പോൾ ഈ വലതുവശത്ത് കിടന്ന കള്ളം യേശുവേ, ഇന്ന് എന്നെയും കൂടെ അങ്ങ് സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ ഓർക്കണേ എന്ന് പറഞ്ഞു. അപ്പോഴത് യേശു പറഞ്ഞു, നീ ഇപ്പോഴേ തന്നെ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. തിരിച്ച് വരുന്നവരെ ഈ തുഴവയെടുത്ത് റബ് സീസൺ സമയത്ത് അപ്പുറത്തെ കരയിലേക്ക് പോകുന്ന സമയം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം എന്ന് പറഞ്ഞാണ് തുഴവയും തൊഴുന്നു പോകുന്നതും തണ്ട് വലിച്ചു പോകുന്നതുമായിരുന്നാൽ തിരയ്ക്കപ്പുറം വീഴുന്നത് വരെ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവെ രക്ഷിക്കണേ, അപ്പുറം വീഴണേ, മാതാവേ വീഴണേ, യേശുവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ധൈര്യത്തോടു കൂടിയാണെന്ന് അപ്പുറത്ത് വീഴുന്നത്. ആ ധൈര്യം, ആത്മധൈര്യം, എല്ലാ ചിന്തകളും വിട്ടുപേക്ഷിച്ച് ആ ദൈവത്തിൻ്റെ ഇതോടു കൂടിയാണ്, ഹൃദയത്തോടു കൂടിയാണ് അപ്പുറം പോകുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെയെല്ലാം. അപ്പോൾ കുടുംബത്തെക്കുറിച്ചാണെന്ന് വെച്ചാൽ കുറച്ച് കാലത്തിന് മുമ്പേയൊക്കെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, നല്ല പ്രാർത്ഥനയാണ്. ഇപ്പോഴും ഈ TV മാധ്യമങ്ങൾ ഈ സാധനങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷമൊക്കെ ഒത്തിരി തരം താഴ്ന്ന് നിൽക്കുകയാണ് ദൈവത്തെ അവർ. എന്നാൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ചൊല്ലും, ദൈവത്തെ വിളിച്ച്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇന്ന് ആ ഒരു സാഹചര്യം എല്ലാ കുടുംബത്തും വന്നിരിക്കുക. എൻ്റെ കുടുംബത്തല്ല ഞാൻ അന്വേഷിക്കുമ്പോൾ എല്ലാ കുടുംബത്തും സന്ധ്യാപ്രാർത്ഥന കുറഞ്ഞു വന്നിരിക്കുക, എൻ്റെ കുടുംബത്തും വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വീട്ടിനകത്ത്, ഒരു സമൂഹത്തിനകത്ത് സീതവും ഗൊമോറ നഷ്ടപ്പെടുത്തി തീയാലെ നശിപ്പിച്ചപ്പോലും ദൈവം പറഞ്ഞ എന്തുവാണെന്നറിയാം അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു, നിൻ്റെ നഗരം ഞാൻ നശിപ്പിക്കാൻ പോകണം, അവിടെ ദുഷ്ടസന്തതികളാണുള്ളത്. ഇതുവരെ ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഇന്നും ചിന്തിക്കുന്ന സമ്പത്തും സ്വത്തുമല്ല, ജീവിതം, കുടുംബജീവിതം നല്ലവണ്ണം പോകണം, ജീവിക്കണം എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. പിന്നെ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്ത് മരിക്കുന്നവരെ നന്മ ചെയ്ത് ജീവിക്കണം. ഒന്നുമില്ലെങ്കിലും ഒരു രോഗിയുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതും അതൊരു നന്മയാണ്. നമ്മളെ കയ്യിൽ കാശില്ലെങ്കിൽ ഒരു രോഗിയെ ആശുപത്രി കൊണ്ടുപോകുന്നതും ഒരു നന്മയാണ്. ഇതൊക്കെയാണ് ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. 81 വയസ്സ് വരെ ജീവിതത്തിൽ ഇവിടം വരെ എത്തിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ വൃദ്ധന്മാരൊക്കെ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ കുറവാണ്. അവരെല്ലാം ഇടയ്ക്ക് വെച്ചൊക്കെ മരണപ്പെട്ടു. എൻ്റെ പ്രായമുള്ളവർ, എൻ്റെ കീഴുള്ളവർ, എന്നെപ്പോലെയുള്ളവരും. എന്നെ ഇവിടം വരെ എത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.